നമസ്കാരം. ടോപ് 10ലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒളിച്ചുകളി 10ാം ദിവസം എത്തി നിൽക്കുമ്പോൾ രാഹുലിന്റെ നിയമ പോരാട്ടവും തുടരുകയാണ്. ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞതോടെ താൽക്കാലിക ആശ്വാസം. കേസിൽ വാദം കേട്ട കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞില്ല എന്നതാണ് നിർണായകം. പക്ഷേ രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരിച്ചടി. പാലക്കാട് MLAക്ക് കുരുക്ക് മുറുകുന്നു. അന്വേഷണ സംഘത്തിന് മുൻപിൽ കീഴടങ്ങാതെ ഇങ്ങനെ എത്ര നാൾ? നിയമ പോരാട്ടം നടത്തി മുന്നോട്ടു പോകാനാണോ രാഹുലിന്റെ നീക്കം? സമഗ്രമായ വാർത്തയിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിൽ അറസ്റ്റ് തൽക്കാലത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. 15-ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദവാദം കേട്ടതിനു ശേഷം തുടർ നടപടികളെന്ന് കോടതി. കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് തടയാതെ തിരുവനന്തപുരം സെഷൻസ് കോടതി. വിശദവാദം തിങ്കളാഴ്ച. FIR നിലനിൽക്കില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേസ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് കോടതി. പരാതിക്കാരിയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരിക്കെ ദേശീയപാത തകർന്ന സംഭവത്തിൽ കരാർ കമ്പനിക്ക് 1 മാസത്തെ വിലക്കേർപ്പെടുത്തി കേന്ദ്രം. സർവീസ് റോഡ് തിങ്കളാഴ്ചക്കകം ഗതാഗത യോഗ്യമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. അടിത്തറ നിർമ്മിച്ചതിലടക്കം വീഴ്ചയെന്ന് പ്രാഥമിക നിഗമനം. അപാകത സംസ്ഥാനത്തിന്റെ മേൽ കെട്ടിവെക്കേണ്ടെന്ന് മുഖ്യമന്ത്രി. ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതിയെന്ന് കോൺഗ്രസ്. വിമാനയാത്രാ പ്രതിസന്ധിക്കിടെ ആഭ്യന്തര ടിക്കറ്റുകൾക്ക് പരിധി നിശ്ചയിച്ച് വ്യോമയാന മന്ത്രാലയം. 500 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് പരമാവധി 7500 രൂപ മാത്രം. ദുരിതത്തിലായ യാത്രക്കാരെ ചൂഷണം ചെയ്യരുതെന്ന് വിമാന കമ്പനികൾക്ക് കർശന നിർദ്ദേശം. റീഫണ്ടിംഗ് നടപടികൾ നാളെ രാത്രിക്കകം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. ഇന്ന് മുടങ്ങിയത് 800-ലേറെ സർവീസുകൾ. ബദൽ സംവിധാനമൊരുക്കി റെയിൽവേ. ഇന്നും നാളെയും പ്രധാന ദീർഘദൂര റൂട്ടുകളിൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വൈകിപ്പിക്കാൻ SITക്ക് മേൽ വൻ സമ്മർദ്ദമെന്ന് പ്രതിപക്ഷം. ദേവസ്വം മന്ത്രിയെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നും വിമർശനം. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് VD സതീശൻ. സ്വർണം കട്ടെടുത്ത ആരെയും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി. അന്വേഷണത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കാൻ SIT. സംസ്ഥാനത്ത് SIR-നുള്ള സമയം ഇനിയും നീട്ടണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ CPM-ഉം കോൺഗ്രസും. പരാതി പരിഹാരത്തിന് രേഖകൾ ഹാജരാക്കേണ്ടത് 50 ലക്ഷം പേർ. 35 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകാൻ സാധ്യത. പ്രവാസി വോട്ടർമാരുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന വേണമെന്ന് ആവശ്യം. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക്. നാളെ ആദ്യഘട്ട കൊട്ടിക്കലാശം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. പ്രതീക്ഷയും ആശങ്കയുമായി മുന്നണികൾ. പാലക്കാട് അട്ടപ്പാടിയിൽ കടുവ സെൻസസിനിടെ കാട്ടാന ആക്രമണം. വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. മരിച്ചത് പുത്തൂർ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തു. മൃതദേഹം കണ്ടെത്തിയത് മുള്ളി വനമേഖലയിൽ നിന്നും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര ഇന്ത്യക്ക്. വിശാഖപട്ടണം ഏകദിനത്തിൽ ഇന്ത്യയുടെ ജയം 9 വിക്കറ്റിന്. യശസ്വി ജയ്സ്വാളിന് സെഞ്ചുറി. പ്രസിദ്ധ് കൃഷ്ണയ്ക്കും കുൽദീപ് യാദവിനും 4 വിക്കറ്റ്. കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ED നോട്ടീസ്. പദ്ധതികൾ തടയാനാണെങ്കിൽ അത് നടക്കില്ലെന്ന് മുഖ്യമന്ത്രി. കിഫ്ബി പദ്ധതികൾക്ക് പിന്നിൽ ഒരു റിയൽ എസ്റ്റേറ്റ് താൽപര്യവുമില്ല. സംസ്ഥാനത്തെ 4 വൻകിട പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കാൻ 20,000 കോടി രൂപ കണ്ടെത്തുക കിഫ്ബി വഴിയെന്നും മുഖ്യമന്ത്രി. സ്റ്റോറി ഓഫ് ദ ഡേ. പരിസര ശുചിത്വത്തിൽ മാതൃകയായി 5ാം ക്ലാസ്സുകാരൻ.
വാർത്തകൾ സമഗ്രമായി നോക്കാം. 10 നാളായി മുങ്ങി നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് താൽക്കാലിക ആശ്വാസം. ആദ്യ പീഡന കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് യുവതിയുമായുള്ള ബന്ധമെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് രാഷ്ട്രീയ പ്രേരിതമെന്നും ഇന്ന് പ്രധാനമായും രാഹുൽ വാദിച്ചു. പൂർണ്ണമായും കേൾക്കാതെ ഒരാളും അറസ്റ്റ് ചെയ്യപ്പെടരുതെന്നും കോടതി വാക്കാൽ പറഞ്ഞു. വിശദമായ വാദത്തിന് ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ 15-ന് വിധി പറയും. ജാമ്യം നിരസിച്ച സെഷൻസ് കോടതി വിധിയും സമർപ്പിച്ച തെളിവുകൾ പരിശോധിക്കണമെന്ന അഡ്വക്കേറ്റ് S. രാജീവിന്റെ അപേക്ഷ ജസ്റ്റിസ് K. ബാബു അനുവദിക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് K. ബാബു മുൻപാകെ പ്രധാനമായും ഒരൊറ്റ കാര്യമാണ് ഹർജി ഭാഗം അഭിഭാഷകൻ S. രാജീവ് ആവശ്യപ്പെട്ടത്. ബഹുമാനപ്പെട്ട കോടതി വസ്തുതകൾ പ്രാഥമികമായി തന്നെ വിലയിരുത്തണം. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിരസിച്ച സാഹചര്യവും അതിൽ കോടതി ഉത്തരവിൽ വിലയിരുത്തിയ കാര്യങ്ങളും പരിശോധിക്കണം. ഇരുകൂട്ടരും സെഷൻസ് കോടതിയിൽ നൽകിയ രേഖകളും വാട്സാപ്പ് ചാറ്റുകളും പെൻഡ്രൈവും വിലയിരുത്തണം. കേസിന് രാഷ്ട്രീയ മാനങ്ങൾ ഉള്ളതുകൊണ്ടും തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ വിഷയം വലിയ ചർച്ചയായിട്ടുള്ളതുകൊണ്ടും ജാമ്യാപേക്ഷ നൽകിയ രാഹുലിന്റെ അറസ്റ്റ് ദയവായി തടയണം. വസ്തുതകൾ പ്രാഥമികമായി പരിശോധിച്ച കോടതി ബലാത്സംഗ കുറ്റം നിലനിൽക്കാൻ സാധ്യതയില്ലെന്ന സെഷൻസ് കോടതി ഉത്തരവിലെ പരാമർശം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ആ കുറ്റമില്ലെങ്കിൽ പിന്നെയുള്ള ഭ്രൂണഹത്യാ കുറ്റം നിയമപരമായി ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അല്ലെങ്കിൽ ഹർജിക്കാരൻ ഇരയെ നേരിട്ട് ആക്രമിച്ച് പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ഭ്രൂണഹത്യ നടത്തണം. അത്തരം സാഹചര്യങ്ങളൊന്നും ഈ കേസിൽ ആരോപിച്ചിട്ടില്ലെങ്കിൽ കേസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും ജാമ്യം ലഭിക്കാവുന്ന ചെറിയ കേസായി മാറും. ഇത്തരം നിയമവശങ്ങൾ വിലയിരുത്തിയാവണം ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞത്. കേസ് 15-ന് വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷന് വിശദീകരണവും ലഭ്യമായ തെളിവുകളും നൽകാം. കോടതി വിശദമായ വാദം കേട്ട് ഉചിതമായ ഉത്തരവ് പുറപ്പെടുവിക്കും. അഡ്വക്കേറ്റ് രാജേഷ് VR, അമൃത ന്യൂസ്, കൊച്ചി. ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണ് മുൻപിൽ എത്തിയതെന്ന് വിലയിരുത്തിയ കോടതി പൂർണ്ണമായ വാദം കേൾക്കാതെ അറസ്റ്റ് അനുചിതമെന്നും നിരീക്ഷിച്ചു. പക്ഷേ രാഹുലിനായി പരക്കം പായുകയാണ് പോലീസ്. രാഹുൽ ഒളിവ് ജീവിതവും തുടരുന്നു. രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരിച്ചടി. അറസ്റ്റ് തടയാതെ കോടതി. കേസിൽ തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കുമെന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പറഞ്ഞു. വിശദമായ പോലീസ് റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിയാണ് രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായി ചൂണ്ടിക്കാട്ടി KPCC അധ്യക്ഷന് പരാതി നൽകിയത്. ഈ പരാതി DIGക്ക് കൈമാറുകയായിരുന്നു. കേസിൽ SP G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ സംഘം ഉടൻ യുവതിയുടെ മൊഴിയെടുക്കുമെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള രാഹുലിന്റെ ഹർജിയാണ് തിരുവനന്തപുരം സെഷൻസ് അതിവേഗ കോടതി പരിഗണിച്ചത്. നിലവിൽ അറസ്റ്റ് തടയില്ലെന്ന് പറഞ്ഞ കോടതി തിങ്കളാഴ്ച വിശദമായ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടു. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം. എന്തുകൊണ്ട് പരാതി KPCC പ്രസിഡന്റിന് ലഭിച്ചുവെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണോ എന്നും കോടതി ചോദിച്ചു. കേസിൽ കഴമ്പുണ്ടെന്ന് KPCC പ്രസിഡന്റിന് തോന്നിയതുകൊണ്ടാകാം പോലീസിന് കൈമാറിയതെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഇമെയിലിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR മാത്രം രേഖപ്പെടുത്തിയാണ് കേസെടുത്തതെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ അടക്കം തിങ്കളാഴ്ച കോടതി വിശദമായ വാദം കേൾക്കും. ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് ഈ മാസം 15-ാം തീയതി വരെ തടഞ്ഞതിന് പിന്നാലെയാണ് രണ്ടാമത്തെ കേസിൽ രാഹുലിന് തിരിച്ചടി ഉണ്ടായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പക്ഷേ രാഹുൽ വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ മുറുകുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യരുത് എന്നത് ഹൈക്കോടതിയുടെ താൽക്കാലിക വിധി മാത്രമാണെന്നും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞു. കയ്യെത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്തില്ലെന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് താൽപ്പര്യമില്ലെന്നും BJP മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കഴിയും വരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകുന്നു. രാഹുൽ എവിടെയെന്ന് മുഖ്യമന്ത്രിക്കും പോലീസിനും അറിയാമെന്നും K. സുരേന്ദ്രൻ ആരോപിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മുതലെടുപ്പിനായാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശും കുറ്റപ്പെടുത്തി. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളുടെ ജാമ്യ വിഷയത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K. മുരളീധരനും പറഞ്ഞു. പോലീസിന്റെ കഴിവുകേട് മറച്ചുവെക്കാനാണ് കർണാടകയിൽ രാഹുലിന് സുരക്ഷ ഒരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ആരോപിക്കുന്നതെന്നും K. മുരളീധരൻ പറഞ്ഞു. നേതാക്കളുടെ പ്രതികരണങ്ങൾ നോക്കാം. നിയമത്തിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. ഇതിന് ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല എന്നാണ്. താൽക്കാലികമായി തടഞ്ഞതുകൊണ്ട് താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് CPMന്റെ ഗവൺമെന്റിന്റെ കുഴപ്പമാണ്. കാരണം ഞങ്ങളിത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്.
തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടി കൊണ്ടുപോയി രാഹുലിൻ്റെ അറസ്റ്റ് വൈകിപ്പിച്ചതിന് ഉള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. 15-ാം തീയതി വരെ സമയം കൊടുത്തതിൽ ഒരു നീതീകരണവും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. കയ്യെത്തും ദൂരത്ത് മാങ്കൂട്ടം ഉണ്ടായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. 9-ാം തീയതി വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു. ആ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2ാം ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് 11-ാം തീയതി വരുന്നു. അപ്പോൾ ഇതെല്ലാം വരുന്ന അവസരത്തിൽ അതുവരെയും ഈ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുവാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന സത്യാവസ്ഥ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കലോ ഞങ്ങളുടെ വിഷയമല്ല. അതെല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പാർട്ടി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താണ്. പുറത്താക്കിയ ആൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയേണ്ട ബാധ്യത ഞങ്ങൾക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം നിഷേധിച്ച് കോടതി. ഹർജി പരിഗണിച്ച തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. കേസിനോട് രാഹുൽ ഈശ്വർ സഹകരിക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് കോടതിയുടെ വിധി. രാഹുൽ സ്ഥിരമായി അതിജീവിതമാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ആളാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പോസ്റ്റുകൾ പിൻവലിക്കാമെന്ന് രാഹുൽ അറിയിച്ചെങ്കിലും കോടതി അംഗീകരിച്ചില്ല. ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ ഹർജി പിൻവലിച്ചതിനെ തുടർന്നാണ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹർജി പരിഗണിച്ചത്. രാഹുൽ ഈശ്വറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യവും പോലീസ് കോടതിയിൽ ഉന്നയിച്ചു. കസ്റ്റഡി അപേക്ഷയും നൽകിയിട്ടുണ്ട്. കേസിൽ ജാമ്യം നിഷേധിച്ചതോടെ രാഹുൽ ഈശ്വർ ജയിലിൽ തുടർന്ന നിരാഹാരത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. ആരോഗ്യസ്ഥിതി പരിഗണിച്ച് രാഹുൽ ഈശ്വറിനെ മെഡിക്കൽ കോളേജിലെ ജയിൽ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ യുവനടി റിനി ആൻ ജോർജിന് വധഭീഷണി. കഴിഞ്ഞ ദിവസം രാത്രി 2 പേർ വീടിന് മുൻപിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊട്ടാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയതായി റിനി പറഞ്ഞു. വീടിന്റെ ഗേറ്റ് തകർക്കാൻ ശ്രമമുണ്ടായതായും റിനി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. പേര് പരാമർശിക്കാതെ ഒരു യുവ നേതാവ് തന്നോട് മോശമായി പെരുമാറിയെന്ന് റിനി ആരോപിച്ചിരുന്നു. ഇതായിരുന്നു രാഹുലിനെതിരെ മറ്റു സ്ത്രീകളുടെ പരാതികൾ പുറത്തുവരാനുണ്ടായ തുടക്കം. പ്രണയബന്ധവും ഗർഭഛിദ്രവും കുറ്റകൃത്യമാകുന്നത് എപ്പോഴാണ്? ഇത്തരം കേസുകളിലെ നിയമവഴികൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നിയമം ദുരുപയോഗം ചെയ്യുന്നത് തിരിച്ചടിയാകുമ്പോൾ ഇരവാദം അപ്രസക്തമാകുകയാണ്. സമീപകാലത്തെ പല പീഡന കേസുകളിലും ഇരകൾക്ക് നീതി കിട്ടിയില്ലെന്ന പരാതി വ്യാപകമാണ്. എന്തുകൊണ്ട് ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ടും ഇരകളായ സ്ത്രീകൾക്ക് നീതി കിട്ടിയില്ല എന്ന തോന്നൽ പലർക്കും ഉണ്ടാകുന്നു. യഥാർത്ഥ പ്രശ്നം നിയമത്തിന്റെ ദുരുപയോഗം തന്നെയാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നവർ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ശാരീരിക ബന്ധത്തിൽ ജീവിക്കുന്നിടത്തുനിന്ന് തന്നെ ഇരകൾ കുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നും അകലുന്നു. അതിനുശേഷം ഇരുകൂട്ടരും പ്രതീക്ഷിക്കാതെ ഒരു ഗർഭാവസ്ഥയുണ്ടായാൽ ബന്ധം വഷളാവുകയും ഒരുപക്ഷെ പുരുഷൻ കൈയൊഴിഞ്ഞു പോവുകയും ഒക്കെ സംഭവിക്കാം. പെൺകുട്ടി മാനസികമായും ശാരീരികമായും തകരുകയും ഭ്രൂണഹത്യ വരെ നടത്തി താൽക്കാലികമായി മാനം രക്ഷിക്കുകയും ചെയ്യാം. ഇതറിയുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇരകൾക്ക് ധൈര്യം കൊടുത്ത് പരാതിയുമായി പിന്നീട് പോലീസിനെ സമീപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിരന്തരം കണ്ടുവരുന്നത്. ചില ചാനൽ അവതാരകർ അത് ആഘോഷമാക്കുന്നു. അന്തിച്ചർച്ചകളടക്കം ഇരുവരുടെയും സ്വകാര്യത സമൂഹ മാധ്യമത്തിലിട്ട് ആഘോഷിക്കുന്നു. പക്ഷേ പീഡന പരാതി കോടതിയിലെത്തുമ്പോൾ പലപ്പോഴും ഇരകൾക്ക് തിരിച്ചടിയാവുന്നു. ഇരവാദം അവിടെ തീരുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ബലാത്സംഗ കുറ്റം ആരോപിച്ച് ഇര പരാതി നൽകുമെങ്കിലും മുൻപ് സ്നേഹത്തിലിരിക്കുമ്പോഴുള്ള വാട്സാപ്പ് ചാറ്റുകൾ കോടതിയിലെത്തുമ്പോൾ ബലാത്സംഗം എന്ന ഹീന കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന് കോടതിക്ക് മനസ്സിലാകുന്നു. പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം കുറ്റമല്ല. പക്ഷേ അത് മറ്റൊരുത്തന്റെ ഭാര്യയുമായിട്ടാണെങ്കിൽ ഭർത്താവിന്റെ പരാതിയിൽ പുരുഷനെതിരെ മാത്രം കേസ് നിലനിൽക്കും. ഭ്രൂണഹത്യ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. പക്ഷെ അക്കാര്യത്തിൽ ഇരയ്ക്കും ഇണയ്ക്കും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇരയെ ബലം പ്രയോഗിച്ച് ഭ്രൂണഹത്യ നടത്തിയാൽ മാത്രമേ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ആരോപിക്കാനാവൂ. ഫോൺ ചെയ്ത് പ്രേരിപ്പിച്ചാലും ഒരു മാതാവ് കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത് ആ മാതാവിനെതിരെയും കുറ്റം ചാർത്താവുന്ന കുറ്റകൃത്യമാണ്. കേസ് തിരിയുമ്പോൾ ഈ പരാതിക്കാരിയും ആരോപണ വിധേയനും ഒന്നിച്ചാൽ കൂട്ടുനിന്ന ഇരയുടെ സുഹൃത്തുക്കൾ പ്രതികളാവാനും സാധ്യതയുണ്ട്. അവർക്കെതിരെയുള്ള ശക്തയായ സാക്ഷി ഈ ഇരയായ പെൺകുട്ടി തന്നെ ആവാം. അവിഹിത ഗർഭക്കേസുകൾ ചാനൽ ചർച്ചകളിലും കോടതി മുറികളിലും എത്തിക്കുവാൻ ആവേശം കൊള്ളുന്ന മൂന്നാം കക്ഷികളായ ഉത്സാഹ കമ്മിറ്റിക്കാർ സൂക്ഷിക്കുക. നിയമം ദുരുപയോഗം ചെയ്യാൻ കൂട്ടുനിൽക്കുന്നവർക്കും തിരിച്ചടി ലഭിച്ചേക്കും. അഡ്വക്കേറ്റ് രാജേഷ് PR, അമൃത ന്യൂസ്, കൊച്ചി. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കരാർ കമ്പനിക്ക് 1 മാസത്തേക്ക് അടിയന്തര വിലക്ക് കൽപ്പിച്ച് കേന്ദ്രം. കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കവും ആരംഭിച്ചു. സ്ഥലം സന്ദർശിക്കുന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും കേന്ദ്രം വ്യക്തമാക്കി.
കൊല്ലം കൊട്ടിയം മൈലക്കാടിന് സമീപത്ത് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിലാണ് കേന്ദ്ര സർക്കാർ കരാർ കമ്പനിക്കെതിരെ അടിയന്തര നടപടി സ്വീകരിച്ചത്. നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ കരാർ കമ്പനിയെ 1 മാസത്തേക്ക് അടിയന്തരമായി വിലക്കുകയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കരാറുകാരായ ശിവാലയ കൺസ്ട്രക്ഷൻസ്, എഞ്ചിനീയറിംഗ് ചുമതലയുള്ള ഫീഡ്ബാക്ക് ഇൻഫ്ര, സത്ര സർവീസസ് എന്നിവരെ 1 മാസത്തേക്ക് ടെൻഡറിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി. മണ്ണ് പരിശോധനയിലും അടിസ്ഥാന നിർമ്മാണത്തിലും വീഴ്ചയുണ്ടായെന്ന് കേന്ദ്രം പ്രാഥമികമായി കണ്ടെത്തി. കരാർ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനോടൊപ്പം കമ്പനിയുടെ പ്രോജക്ട് മാനേജരെയും റെസിഡന്റ് എഞ്ചിനീയറെയും തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിനായി വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിക്കുമെന്നും സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ദേശീയപാത ഇടിഞ്ഞുതാഴ്ന്ന സംഭവത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് കത്തയച്ചിരുന്നു. നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനൊപ്പം ഗുണനിലവാരവും സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. അമൃത ന്യൂസ്, കൊല്ലം. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടതും. ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപക അഴിമതി എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ ദേശീയപാത തകർന്ന സംഭവത്തിൽ കരാർ കമ്പനിക്ക് 1 മാസത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രം. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ കേരളത്തിന്റെ പിടലിക്കിടാമെന്ന് കരുതേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാങ്കേതിക പരിശോധന നടത്തേണ്ടത് ദേശീയപാത അതോറിറ്റിയാണെന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെൻറ് പിള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവമായി വന്നിട്ടുള്ളത്. ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ വലഞ്ഞ യാത്രക്കാർ. നിർണായക ഇടപെടലുമായി വ്യോമയാന മന്ത്രാലയം. യഥേഷ്ടമുള്ള വിമാന ടിക്കറ്റ് നിരക്കിന് മൂക്കുകയറിട്ട് കേന്ദ്ര സർക്കാർ. 500 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് പരമാവധി 7,500 രൂപയെ ഈടാക്കാവൂ എന്ന് ഉത്തരവിൽ പറയുന്നു. ആഭ്യന്തര സർവീസുകൾക്കാണ് നിയന്ത്രണം. വിമാനയാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകുന്ന വാർത്തയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഇടപെടൽ. പല വിമാന കമ്പനികളും യാത്രക്കാരെ പിഴിയുന്നത് നമ്മൾ കണ്ടതാണ്. നേരിട്ടുള്ള ഫ്ലൈറ്റുകളില്ലാതെ കണക്ഷൻ ഫ്ലൈറ്റുകളിൽ പോലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. വിമാനക്കൊള്ളയിൽ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായി തുടരുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. വിമാന കമ്പനികൾ അസാധാരണമായ രീതിയിൽ നിരക്ക് കൂട്ടിയ സാഹചര്യത്തിലാണ് യാത്രക്കാരുടെ ആശങ്കകൾ കണക്കിലെടുത്ത് കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണം വ്യോമയാന മന്ത്രാലയം കൊണ്ടുവരുന്നത്. 500 കിലോമീറ്റർ വരെ 7,500 രൂപ, 500 മുതൽ 1000 കിലോമീറ്റർ വരെ 12,000 രൂപ, 1000 കിലോമീറ്റർ മുതൽ 1,500 കിലോമീറ്റർ വരെ 15,000 രൂപ, 1,500 കിലോമീറ്ററിന് മുകളിൽ 18,000 രൂപ എന്നിങ്ങനെയാണ് എക്കണോമി ടിക്കറ്റിലെ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. യൂസർ ഡെവലപ്മെന്റ് ഫീസ്, പാസഞ്ചർ സർവീസ് ഫീസ്, നികുതി എന്നിവ ഇതിനു പുറമെയാണ്. ബിസിനസ് ക്ലാസിനും ഉഡാൻ ഫ്ലൈറ്റുകൾക്കും ഈ നിരക്ക് ബാധകമല്ല. ഇൻഡിഗോയിലെ പ്രതിസന്ധികൾക്കിടെ വിമാനം റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് എയർലൈൻ കമ്പനിക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവർത്തന തടസ്സങ്ങൾ കാരണം വിമാനം റദ്ദാക്കുകയോ തടസ്സപ്പെടുകയോ ചെയ്ത സാഹചര്യത്തിൽ യാത്രക്കാർക്കുള്ള റീഫണ്ടിംഗ് നടപടികൾ ഞായറാഴ്ച രാത്രിക്കകം, അതായത് നാളെ വൈകിട്ട് 7 മണിക്കകം പൂർത്തിയാക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇൻഡിഗോ സർവീസുകൾ താറുമാറായതിന് പിന്നാലെ മറ്റ് വിമാന കമ്പനികളിലെ യാത്രാക്കൂലി കുത്തനെ കൂട്ടിയിരുന്നു. ഇൻഡിഗോ സർവീസ് റദ്ദായവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. ഇന്ന് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നോൺ സ്റ്റോപ്പ് എയർ ഇന്ത്യ ടിക്കറ്റിന് 55,955 മുതൽ 64,557 രൂപ വരെയായിരുന്നു നിരക്ക്. കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് 38,000 രൂപ കടന്നു. യാത്രാക്കൂലി കൂട്ടരുതെന്ന് കഴിഞ്ഞ ദിവസം വ്യോമയാന മന്ത്രി തന്നെ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ഇത് മുഖവിലയ്ക്കെടുത്തിരുന്നില്ല എന്നാണ് നിരക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നും വിമാനങ്ങൾ വ്യാപകമായി റദ്ദാകുന്ന സാഹചര്യമുണ്ടായി. ബംഗളൂരു, ഡൽഹി, മുംബൈ, ഹൈദരാബാദ് വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രം റദ്ദാക്കിയത് 600-ലേറെ സർവീസുകളാണ്. അതേസമയം പ്രതിസന്ധി രൂക്ഷമായതിനു പിന്നാലെ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേയും രംഗത്തെത്തി. ബദൽ സംവിധാനമായി 30 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ഒരുക്കും. 37 ട്രെയിനുകളിലായി 116 അധിക കോച്ചുകളും വിന്യസിച്ചിട്ടുണ്ട്. ഈ മാസം 13 വരെ പ്രധാന നഗരങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസുകൾ തുടരും. വ്യോമയാന പ്രതിസന്ധിയിൽ മന്ത്രാലയത്തിന്റെ അന്വേഷണവും തുടരുകയാണ്. കഴിഞ്ഞ മാസം നൽകിയ ഉത്തരവ് നടപ്പാക്കാതെ ഇൻഡിഗോ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഗുരുതര കൃത്യവിലോപമുണ്ടായി എന്നാണ് DGCAയുടെ വിലയിരുത്തൽ. ഈ മാസം 15-ന് അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് സമർപ്പിക്കണം. ന്യൂസ് ഡെസ്ക്, അമൃത TV.
ഇന്ന് പ്രവർത്തനം സാധാരണ നിലയിലാകുന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് ഉണ്ടായില്ല. സർക്കാർ ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിയാണ് സ്വീകരിച്ചത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെ യാത്രക്കാർക്കുള്ള പണം തിരികെ നൽകണമെന്ന കർശന നിർദ്ദേശമാണ് നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാതിരിക്കാൻ SITയുടെ മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. SITയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. SIT കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ഫംഗ്ഷനിങ് അല്ല. ഇല്ലെങ്കിൽ മുൻ മന്ത്രി, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചു. അപ്പോൾ SIT ഹൈക്കോടതി രൂപീകരിച്ച ഹൈക്കോടതി രൂപീകരിച്ചാണെങ്കിലും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ മീതെ ഒരു അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ, അല്ലാതെ നിൽക്കില്ല, അത് കഴിയുന്നത് വരെ മാറ്റിക്കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണ പുരോഗതി വിലയിരുത്തി പ്രത്യേക അന്വേഷണ സംഘം ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തിയത്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലെ അറസ്റ്റ് അടക്കം സംഘം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ കൈക്കൊണ്ടതായാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തുകയും അന്വേഷണത്തിന് 1 മാസം കൂടി നീട്ടു നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് തുടർ നടപടികൾ വിലയിരുത്തിയത്. സംഘത്തലവൻ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. നിലവിൽ ദേവസ്വം ബോർഡ് സെക്രട്ടറി S. ജയശ്രീയുടെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിന്റെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തേക്കും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അംഗങ്ങളായിരുന്ന KP ശങ്കർദാസ്, M. വിജയകുമാറിനെയും വിളിച്ചുവരുത്തി കൂടുതൽ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ഇവരെ കൂടാതെ കേസിൽ വൻതോക്കുകളുടെ പങ്കുകൾ കൂടി അന്വേഷണ വിധേയമാക്കണമെന്ന കോടതി പരാമർശം നിലനിൽക്കെ അടുത്ത ഘട്ടത്തിൽ അന്വേഷണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കടക്കം എത്തുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നീട്ടണമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. നിലവിലെ സമയപരിധി പര്യാപ്തമല്ലെന്നും ഡിസംബർ അവസാനം വരെ നടപടികൾ നീട്ടിവെക്കണമെന്നുമാണ് പ്രധാന ആവശ്യം. വിദേശത്ത് ജനിച്ചവർക്ക് പൗരത്വം നേടാനുള്ള ഫോം സംവിധാനം കമ്മീഷൻ വെബ്സൈറ്റിൽ ഇല്ലെന്നും കമ്മീഷൻ നേരിട്ടിടപെട്ട് പ്രവാസി പ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്നും ആവശ്യമുയർന്നു. 35 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകാൻ സാധ്യതയുണ്ട്. 50 ലക്ഷത്തോളം പേർ രേഖകൾ ഹാജരാക്കേണ്ടി വരുമെന്നും പാർട്ടി പ്രതിനിധികൾ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിലവിലെ സമയപരിധി പര്യാപ്തമല്ലെന്നും ഡിസംബർ അവസാനം വരെ നടപടികൾ നീട്ടിവെക്കണമെന്നുമാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ആവശ്യം. വിദേശത്ത് ജനിച്ചവർക്ക് പൗരത്വം നേടാനുള്ള ഫോം സംവിധാനം കമ്മീഷൻ വെബ്സൈറ്റിൽ ഇല്ലെന്നും കമ്മീഷൻ നേരിട്ടിടപെട്ട് പ്രവാസി പ്രതിനിധികളുടെ യോഗം വിളിക്കണമെന്നും ആവശ്യമുയർന്നു. 35 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ട്. 50 ലക്ഷത്തോളം പേർ രേഖകൾ ഹാജരാക്കേണ്ടി വരുമെന്നും പാർട്ടി പ്രതിനിധികൾ പറഞ്ഞു. ഇപ്പോൾ നീട്ടിയ ഒരാഴ്ചത്തെ സമയവും സഫീഷ്യൻ്റ് അല്ല. CEO സാർ ഇവിടെ പറഞ്ഞ കണക്കും ശരിയല്ല. ഈ കണക്ക് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബീഹാറിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ 34 ലക്ഷത്തോളം വോട്ടർമാർ പുറത്തേക്ക് പോകും. അപ്പോൾ അടിയന്തരമായി BLO മീറ്റിംഗ് ഒന്നുകൂടി വിളിക്കുകയും ASD ലിസ്റ്റിൽ ഇതുവരെ പെട്ടിട്ടുള്ള ASD ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ വോട്ടർമാർക്കും SIRൻ്റെ ഡ്രാഫ്റ്റ് റോളിൽ വരുന്നതിനുള്ള പ്രായോഗികമായ ഒരു നടപടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം കുറ്റമറ്റ രീതിയിൽ പട്ടിക തയ്യാറാകുമെന്നും നീട്ടിയ സമയം ഫലപ്രദമായി ഉപയോഗിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചു. ആവശ്യമെങ്കിൽ പ്രവാസി സംഘടനകളുടെ യോഗം വിളിക്കാമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. പുതിയതായിട്ട് ഈ ഘട്ടത്തിൽ വന്നിട്ടുള്ള എല്ലാ ഫോം 6, അതായത് പേര് കൂട്ടിച്ചേർക്കാനുള്ള പ്രോസസ്സിങ് അതുകൂടി നടക്കും. അതുപോലെ തന്നെ ഫോം 6A ഓവർസീസ് ഇലക്ടേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് വന്നിട്ടുള്ളതും നമ്മൾ ഈ സമയത്ത് പ്രോസസ്സ് ചെയ്യും. അതുപോലെ തന്നെ ഫോം 7 ഒബ്ജെക്ഷൻസ് ഉള്ള കാര്യങ്ങൾ കൂടി പ്രോസസ്സിങ് നടക്കും. ഫോം 8 ഷിഫ്റ്റിംഗ് തിരുത്തൽ ഉണ്ടെങ്കിലും ആ പ്രക്രിയ കൂടി ഈ സമയത്ത് നടക്കും. നിലവിൽ
5,66,182 വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നിൽ കൂടുതൽ തവണ പട്ടികയിൽ ഉൾപ്പെട്ടവർ 1,12,569 വോട്ടർമാരാണ്. 6,11,559 വോട്ടർമാർ മരണപ്പെട്ടതായും ഇതുവരെയുള്ള കണക്കെടുപ്പിൽ വ്യക്തമായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക്. നാളെ ആദ്യഘട്ട കൊട്ടിക്കലാശം. പ്രാദേശിക പ്രശ്നങ്ങൾക്കൊപ്പം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും ആയുധമാക്കി മുന്നണികൾ. 3 മുന്നണികളും ആവേശത്തിലും പ്രതീക്ഷയിലുമാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെ പ്രചരണത്തിന് കലാശക്കൊട്ട്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മറ്റു ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് പ്രചരണം അവസാനിക്കുന്നത്. പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം രാഷ്ട്രീയ വിവാദങ്ങളും പരസ്പരം ഉന്നയിച്ച് പ്രചരണം കൊഴുപ്പിക്കാനാണ് 3 മുന്നണികളുടെയും നീക്കം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വിവിധ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ LDF-ന്റെയും UDF-ന്റെയും മേൽക്കൈയിൽ വിള്ളലുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP-യുള്ളത്. വികസനക്ഷേമ പദ്ധതികളിൽ ഊന്നൽ നൽകിയുള്ള പ്രചരണമാണ് LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ നേട്ടം ഉൾപ്പെടെ വിശദീകരിച്ചുള്ള പ്രചരണം ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ സഹായകമാകുമെന്ന് LDF കരുതുമ്പോഴും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ശബരിമല സ്വർണ്ണക്കവർച്ച തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതായിരുന്നു പ്രചരണഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ പ്രധാന വിഷയം. എന്നാൽ വൈകിയെങ്കിലും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയതിലൂടെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാടുകൾ കരുത്താകുമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നേട്ടം തുടരാനായാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും അനുകൂല ഫലമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് NDA. LDF-നെതിരെയും UDF-നെതിരെയും ആഞ്ഞടിക്കാൻ പല വജ്രായുധങ്ങളും ഇത്തവണ BJP-ക്ക് ലഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദമായിരുന്നു അതിൽ പ്രധാനം. തിരഞ്ഞെടുപ്പിൽ അയ്യപ്പ ഭക്തരുടെ വോട്ട് കരുത്താകുമെന്നാണ് BJP കരുതുന്നത്. എന്നാൽ കൗൺസിലറിന്റെയും RSS നേതാവിന്റെയും ആത്മഹത്യ പ്രതീക്ഷിക്കുന്ന വിജയത്തിന് തിരിച്ചടിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആദ്യഘട്ട കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളും. പക്ഷേ വിമതർ തലവേദനയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. കൊല്ലം കോർപ്പറേഷൻ കടപ്പാക്കട ഡിവിഷനിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇടതുകോട്ടയിൽ നിന്നും കഴിഞ്ഞ തവണ ഡിവിഷൻ പിടിച്ചെടുത്ത BJP-യും ഒരു പകരം വീട്ടലിനൊരുങ്ങി UDF-ഉം ഇടതുകോട്ട എന്ന പേര് തിരികെ സ്ഥാപിക്കാൻ LDF-ഉം. കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണ കൊല്ലം കോർപ്പറേഷനിൽ BJP നേടിയ 6 സീറ്റുകളിലൊന്ന് കടപ്പാക്കട ഡിവിഷനിലേതായിരുന്നു. ഡിവിഷൻ നിലനിർത്താൻ BJP ഇത്തവണ കളത്തിലിറക്കിയത് പ്രവീൺ കുമാറിനെയാണ്. ഡിവിഷനിലെ വികസന തുടർച്ചയ്ക്കായി വോട്ട് ചോദിച്ചാണ് പ്രവീൺ കുമാർ വോട്ടർമാരെ സമീപിക്കുന്നത്. പണ്ടെങ്കും കാണാത്ത ഒരു ആവേശമാണെന്ന് BJP എന്ന് പറയുമ്പോൾ ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ചേട്ടനുമായിട്ട് വോട്ട് പിടിക്കാൻ പോയപ്പോൾ അന്ന് കണ്ട മുഖങ്ങളല്ല ഇന്ന് നമുക്ക് ഏത് വീട്ടിലും എന്ത് ആ വീട്ടിൽ അങ്ങ് അടുക്കള വരെ ചെന്ന് കയറി ചെല്ലാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയാണ് ഇന്ന് ഓരോ BJP പ്രവർത്തകനും അഭിമാനിക്കാൻ പറ്റുന്നത്. എന്നാൽ അത്ര ജനങ്ങളുമായിട്ട് ഇടപഴകി 55 ഡിവിഷൻ കൊല്ലം കോർപ്പറേഷനിൽ നേരത്തെ ഉണ്ടായിരുന്നു. അത് 55 ഡിവിഷനിലും അമൃത് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വാട്ടർ കണക്ഷൻ കൊടുത്തത് കടപ്പാട് ഡിവിഷനാണ്. നമുക്ക് എവിടെ അഭിമാനത്തോടെ പറയാം. അതിനെ നമ്മൾ പ്രത്യേകം നമ്മുടെ മുൻ കൗൺസിലറിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്രതീക്ഷിതമായിരുന്നു ഇടതിന്റെ കഴിഞ്ഞ തവണത്തെ നഷ്ടം. ചുവപ്പുകോട്ടയിൽ താമര വിരിഞ്ഞപ്പോൾ അത് വിമതശല്യം എന്ന വിലയിരുത്തലിലായിരുന്നു ഇടതുപക്ഷം. എന്നാൽ ഇത്തവണ CPI വിജുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഡിവിഷൻ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയമായി പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് വലുതാവുകയും കുറച്ച് നടപടികളിലേക്ക് പോവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പരാജയപ്പെട്ടു. വളരെയേറെ ആത്മവിശ്വാസത്തോടെ പറയട്ടെ, ഞങ്ങൾ ഇപ്രാവശ്യം ഗംഭീര വിജയം നേടും. ജനങ്ങളെല്ലാം ഞങ്ങളോട് ഒറ്റക്കെട്ടാണ്. കഴിഞ്ഞ 5 വർഷം ഇവിടെ വളരെ കുറച്ച് വികസനം മാത്രമേ നടന്നുള്ളൂ. UDF ആകട്ടെ ചരിത്രം മാറ്റിയെഴുതാൻ അഡ്വക്കേറ്റ് A സന്തോഷിനെയാണ് ഇത്തവണ മത്സരിപ്പിക്കുന്നത്. BJP-യുടെയും ഇടതുപക്ഷത്തിന്റെയും വികസന പാളിച്ചകൾ അതിന് വഴിയൊരുക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. സർക്കാരിനെതിരായ ഒരു കാറ്റ് നന്നായി വീശുന്നുണ്ട്. അപ്പോൾ അത് വോട്ടുകളായി മാറും. കൂടാതെ
എൻ്റെ പ്രദേശത്തുള്ള എന്നെ എല്ലാവർക്കും നേരിട്ടറിയാവുന്നതും എൻ്റെ ബാനറിൽ പോലും എൻ്റെ പോസ്റ്ററിൽ പോലും ഞാൻ നിറഭേദമില്ലാതെ ഒരു കാര്യം ഞാൻ കൗൺസിലറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നെൻ്റെ പോസ്റ്ററിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എന്നോടൊപ്പം ഉണ്ട്. 3 മുന്നണികളും വാശിയോടെ പ്രചാരണ രംഗത്ത് നിറയുമ്പോൾ കടുത്ത മത്സരമാണ് കൊല്ലം കോർപ്പറേഷനിലെ ഒരു പ്രധാന ഡിവിഷനായ കടപ്പാക്കടയിലേത്. അമൃത ന്യൂസ്, കൊല്ലം. ആലപ്പുഴയിലും അവസാന ലാപ്പിലെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. വോട്ടർമാരുടെയും സ്ഥാനാർത്ഥികളുടെയും എണ്ണത്തിൽ സ്ത്രീകൾ മുൻപിട്ട് നിൽക്കുന്ന ജില്ലയിൽ തദ്ദേശ പോരാട്ടത്തിന്റെ വിധിയെഴുത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും വനിതകളായിരിക്കും. പ്രചരണം അവസാന ലാപ്പിലേക്ക് കടന്നതോടെ ആവേശവും വർദ്ധിച്ചു. ത്രികോണ പോരാട്ടവും ഇടതു വലത് പോരാട്ടവും ഒരേ മുന്നണിക്കുള്ളിൽ നിന്നുള്ള നേർക്കുനേർ പോരാട്ടവും ജില്ലയിൽ അരങ്ങേറുന്നുണ്ട്. അവസാന ലാപ്പിൽ വീടുകളിലെത്തി വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കാലാവസ്ഥ അനുകൂലമായത് പ്രചാരണത്തിന് അനുകൂല ഘടകമാണ്. മുൻനിര നേതാക്കളെ രംഗത്തിറക്കിയാണ് മുന്നണികൾ കളം കൊഴുപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ജില്ലയിലുണ്ടാകും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, A വിജയരാഘവൻ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ആലപ്പുഴ MPയും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാലാണ്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ രംഗത്തിറങ്ങി. രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയുമാണ് NDAയ്ക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്നവരിൽ പ്രമുഖർ. തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ചാൽ സ്ഥാനാർത്ഥി പട്ടികയിലും വോട്ടർ പട്ടികയിലും സ്ത്രീകളാണ് മുന്നിൽ. ജില്ലയിൽ ആകെയുള്ള 18.02 ലക്ഷം വോട്ടർമാരിൽ 96,000-ലധികം പേർ വനിതകളാണ്. 5,395 സ്ഥാനാർത്ഥികളിൽ 2,947 പേരും വനിതകളാണ്. അതിനാൽ തന്നെ തദ്ദേശ പോരാട്ടത്തിന്റെ വിധിയെഴുത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും വനിതകളായിരിക്കും. അങ്ങനെ നോക്കിയാൽ ഇക്കുറി വനിതകൾക്കിടയിലെ പോരാട്ടവേദിയായി ആലപ്പുഴ ജില്ല മാറുമെന്നുറപ്പ്. അമൃത ന്യൂസ്, ആലപ്പുഴ. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ ഒരു ദിവസം കൂടി ബാക്കിയുണ്ടെങ്കിലും ഇടുക്കിയിൽ പലയിടത്തും കൊട്ടിക്കലാശം കഴിഞ്ഞു. അവധി ദിവസമായ ഞായറാഴ്ച ടൗണുകളിൽ ആളുകൾ കുറവാണ്. അതിനാൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു ദിവസം മുൻപ് തന്നെ കൊട്ടിക്കലാശം നടത്തി. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് പരസ്യപ്രചാരണം അവസാനിക്കേണ്ടത്. എന്നാൽ ഇടുക്കിയിൽ പലയിടത്തും ഒരു ദിവസം മുൻപ് തന്നെ കൊട്ടിക്കലാശം നടത്തി. ഞായറാഴ്ച മിക്കവാറും കച്ചവട സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ടൗണുകളിൽ അധികം ആളുകൾ ഉണ്ടാകില്ല. അതിനാൽ തിരക്കേറിയ ശനിയാഴ്ച കൊട്ടിക്കലാശത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുത്തു. കട്ടപ്പനയിൽ LDFന്റെയും NDAയുടെയും പ്രവർത്തകരും പ്രചാരണ വാഹനങ്ങളും നിരന്നപ്പോൾ ആവേശം അണപൊട്ടി. ഞായറാഴ്ചയാണ് UDFന്റെ കൊട്ടിക്കലാശം. വാർഡ് കേന്ദ്രങ്ങളിൽ LDFന്റെ കൊട്ടിക്കലാശമുണ്ടാകും. പിന്നെ നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു നാൾ. അടുത്ത ദിവസം വോട്ടർമാർ സ്ഥാനാർത്ഥികളുടെ വിധി എഴുതും. അമൃത ന്യൂസ്, ഇടുക്കി.